നാം കാണേണ്ട ഒരു വസ്തുത, ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ അടുത്ത ദിവസം ഒരു പച്ച നുണ വലിയ തോതിൽ പ്രചരിപ്പിക്കാനൊരു ശ്രമം നടന്നല്ലോ. ശബരി റെയിൽപാതയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. സാധാരണ റെയിൽപാതകൾ നിർമ്മിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ചെലവിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ആ ചെലവ് മുഴുവൻ വഹിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനത്തിൽ തന്നെ വലിയ കുറവ് വരുന്നൊരു കാലമാണിത്. ആ കുറവിന് പുറമെ പ്രത്യേക മനോഭാവത്തോടെ ചില സംസ്ഥാനങ്ങളെ സമീപിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന കുറവ് വേറെയുമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് GSTയിൽ ഏകപക്ഷീയമായി വരുത്തിയ പരിഷ്കരണം ഈ കുറഞ്ഞു നിൽക്കുന്ന വരുമാനത്തിൽ പിന്നെയും കുറവുണ്ടാക്കുകയാണ്. ഇതെല്ലാമാണെങ്കിലും ശബരി റെയിൽ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ചെലവ് വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഞങ്ങൾ പകുതി ചെലവ് വഹിക്കാൻ സന്നദ്ധമാണ് എന്ന നിലപാട് സംസ്ഥാനം സ്വീകരിച്ചത്. അതിന് ചെലവെത്ര നമ്മൾ വഹിച്ചാലും അനുമതിയും നടപ്പാക്കലും ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ്. കാലതാമസം വരുന്നു. പലവട്ടം ചർച്ച ചെയ്തു. ഏറ്റവും ഒടുവിലുള്ള ചർച്ചയിലും ഈ പറയുന്ന 50% വഹിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് അറിയിച്ചു. അതിൽ ഒരു മാറ്റവും സർക്കാർ വരുത്തിയില്ല. ഇവിടെ തീർത്തും തെറ്റായൊരു കാര്യം ബോധപൂർവം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. എവിടുന്ന് കിട്ടിയ വിവരമാണത്? ചർച്ച നടത്തിയത് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഞങ്ങൾ നേരിട്ടാണ്. മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാനുണ്ട്, റെയിൽവേ മിനിസ്റ്ററുമുണ്ട്. ഞങ്ങൾ പറഞ്ഞതിനപ്പുറം ഈ കേരളത്തിലെ ഈ ഘട്ടത്തിൽ ആര് പറഞ്ഞ വിവരമാണ് ഈ വാർത്തക്ക് അടിസ്ഥാനം? ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്ത പച്ച നുണയായി പ്രചരിപ്പിക്കുകയാണ്. അതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. പകുതി പണം വഹിക്കാൻ സർക്കാർ തയ്യാറാണ്. ചെലവിൻ്റെ പകുതി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് അതിന് തടസ്സം പറഞ്ഞിട്ടില്ല. അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ വിമാനത്താവളത്തിൻ്റെ കാര്യം. വിമാനത്താവളം നമ്മുടെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ വരികയാണ്. അവരുടെ സൗകര്യം മുൻനിർത്തിയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ഇതേവരെ മറ്റ് തടസ്സങ്ങളൊന്നും അതിനുണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റും നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകുന്നത്. അടുത്ത വർഷത്തോടെ ഇതിനാവശ്യമായ സ്ഥലം പൂർണ്ണമായി ഏറ്റെടുക്കാനാകും
എന്ന് തന്നെയാണ് കരുതുന്നത്. കേസ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുണ്ട്. എങ്കിലും മറ്റ് തടസ്സങ്ങൾ വരില്ല എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. 2026 സ്ഥലമേറ്റെടുത്ത് കഴിഞ്ഞ് വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനാകും എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. റോപ്പ് വേയുടെ കാര്യത്തിലും നല്ല പുരോഗതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാസ്റ്റർ പ്ലാനിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായി സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വരും. വിവിധ മേഖലകളിലെ വിദഗ്ധരടക്കം അത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ആ വർധനക്കനുസരിച്ച് സുഗമമായ യാത്രാ സൗകര്യം, പാർക്കിംഗ്, ശുദ്ധജല ലഭ്യത, സാനിറ്റേഷൻ സംവിധാനങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാവണം. എന്നാൽ അതേസമയം പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതിരിക്കണം. അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ഏൽക്കാതിരിക്കുകയും വേണം. എരുമേലി അടക്കമുള്ള സമീപ പ്രദേശങ്ങളും ഇതിൻ്റെ ഭാഗമായി വികസിക്കേണ്ടതുണ്ട്. ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.